മാനവസേവ മാധവസേവ എന്ന ആശയം ആധാരമാക്കി സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സേവാഭാരതി മറ്റൊരു മികച്ച സേവാപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നു. ചടയമംഗലം പഞ്ചായത്തിലെ അക്കോണം റോഡിനടുത്ത് നവ്യമായ ആശ്രയകേന്ദ്രം സ്ഥാപിച്ചിരിക്കുകയാണ് സേവാഭാരതി ചടയമംഗലം പഞ്ചായത്ത് സമിതി. ഈ ആശ്രയകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം 2025 ഒക്ടോബർ 20 തിങ്കളാഴ്ച ദീപാവലി ദിനത്തിൽ വൈകിട്ട് 4 മണിക്ക് നടത്തപ്പെടും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംഘടനയുടെ വിവിധ ക്ഷേമ പരിപാടികളും വരാനിരിക്കുന്ന സേവാ പദ്ധതികളും സംബന്ധിച്ച വിവരങ്ങൾ പത്രസമ്മേളനത്തിൽ പങ്കുവച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് സേവാഭാരതി ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംഘടനാ പ്രതിനിധികൾ സേവാഭാരതിയുടെ ഭാവി പദ്ധതികൾ അവതരിപ്പിച്ചു. സേവാഭാരതി സാമൂഹ്യ സേവനത്തിനും ജനക്ഷേമത്തിനും സമർപ്പിതമായ ഒരു ദേശീയ സ്വയം സേവക സംഘടന. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സൗജന്യ ട്യൂഷൻ സെന്ററുകൾ, മെഡിക്കൽ സഹായം, വനിതാ ശാക്തീകരണ പദ്ധതികൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി സേവാ പദ്ധതികൾ നടത്തിവരുന്ന സംഘടനയാണ് ഇത്. മതം, ജാതി, വിഭാഗം എന്ന വ്യത്യാസമില്ലാതെ മനുഷ്യ സേവനത്തിലൂടെ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുകയാണ് സേവാഭാരതിയുടെ ലക്ഷ്യം. ചടയമംഗലം പഞ്ചായത്തിലെ ഈ പുതിയ ആശ്രയകേന്ദ്രം അതിന്റെ സേവാഭാവനയുടെ മറ്റൊരു ഉദാഹരണമായിരിക്കും. ദീപാവലിയുടെ പ്രകാശം പോലെ തന്നെ സേവാഭാരതിയുടെ ഈ നവ്യ സംരംഭം സമൂഹത്തിൽ പ്രതീക്ഷയുടെ വിളക്കായി തെളിയട്ടെ. ഞങ്ങൾ സേവാഭാരതി ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾ ആദ്യം സേവനം പരിചയപ്പെടുത്താം. ഞാൻ സേവാഭാരതിയുടെ ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. പേര് ജയകൃഷ്ണൻ. അദ്ദേഹം ശ്രീ ജയലാൽജി, അദ്ദേഹമാണ് സേവാഭാരതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇതിനൊപ്പം ഉള്ളത് ശ്രീ പ്രദീപ് കുമാർ പണയിൽ, അദ്ദേഹം സേവാഭാരതിയുടെ ചടയമംഗലം പഞ്ചായത്തിന്റെ ഖജാൻജിയാണ്. ഒപ്പം ഉള്ളത് ശ്രീ അജി നെട്ടേത്തറ, അദ്ദേഹം സേവാഭാരതി പ്രവർത്തകനും മെമ്പറും കൂടിയാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ വിളിച്ചു കൂട്ടാനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സേവാഭാരതി എന്ന് പറയുന്ന വലിയൊരു സന്നദ്ധ സംഘടനയാണ്. അതിന് വളരെ മഹത്തായ ഒരു ലക്ഷ്യവും അതോടൊപ്പം തന്നെ ഒരു മുദ്രാവാക്യവും ഒക്കെ തന്നെയാണ് മാനവസേവ മാധവസേവ എന്നുള്ള ഈ അർത്ഥത്തിൽ. അതിന്റെ പ്രവർത്തനം കഴിഞ്ഞ കുറേ നാളായിട്ട് ചടയമംഗലത്ത് നടന്നു വന്നുകൊണ്ടിരുന്നതാണ്. ഈ കൊറോണ കാലത്തും അതുപോലെ തന്നെ മഹാമാരി പ്രളയമൊക്കെ ഉള്ള സമയത്തൊക്കെ നിഷ്കർമ്മമായിട്ടുള്ള ഒരു കർമ്മം സേവനം നടത്തിക്കൊണ്ടുവന്ന ഒരു സംഘടനയാണ് സേവാഭാരതി എന്ന് പറയുന്നത്. എന്നാൽ ഇടക്കാലത്ത് അതിന്റെ പ്രവർത്തനം കുറച്ചൊന്ന് താഴേക്ക് പോയി. ആ ഒരു അവസരത്തിലാണ് ഇതിന് വളരെ ഔപചാരികമായ ഒരു സംവിധാനം ഉണ്ടാവണം എന്ന് ഈ നാട്ടിലെ പലവരായ ജനങ്ങൾ ആഗ്രഹിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ദീപാവലി ദിവസം അതിന്റെ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ആസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ ഒരു ഓഫീസും അതോടൊപ്പം തന്നെ മറ്റു ചില സേവാ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജനങ്ങളോടൊപ്പം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിങ്ങനെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. സേവാഭാരതിയെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു സന്നദ്ധ സംഘടനയാണ്, സേവാ സംഘടനയാണ്. അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. അതിന്റെ വരാൻ പോകുന്ന സേവാഭാരതിയുടെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളത് ബഹുമാനപ്പെട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീ ജയലാൽജി നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജയകൃഷ്ണൻ സാർ, സേവാഭാരതിയുടെ ചടയമംഗലം പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പഠിപ്പിച്ചെന്നിട്ടുള്ള മീഡിയ എല്ലാവർക്കും നമസ്കാരം. സേവാഭാരതി ചടയമംഗലം പഞ്ചായത്ത് സമിതി 2020 രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അന്ന് മുതലുള്ള ഈ 5 വർഷക്കാലം സേവാഭാരതിയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ സേവാ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരുന്നത്. കൊറോണ കാലത്തായാലും അല്ലാതെയൊക്കെ തന്നെ നിരവധി സേവാ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോ
അതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ, നിത്യസേവ എന്ന നിലയിൽ, ആശ്രയ കേന്ദ്രം എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. സാർ നേരത്തെ പറഞ്ഞതുപോലെ ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന തിങ്കളാഴ്ച ദീപാവലി ദിവസം വൈകിട്ട് 4 മണിക്കാണ്. ഓഫീസ് ഉദ്ഘാടനവും നമ്മൾ തുടർ ചെയ്യാൻ പോകുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് ഒരു പൊതുയോഗവും ആണ് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, സേവാഭാരതിയെ സംബന്ധിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. കാരണം ദേശീയ തലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് സേവാഭാരതി. അതിന്റെ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ തന്നെ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. കൊറോണ സമയത്തായാലും ശരി തന്നെ, ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് സേവാഭാരതി. അപ്പൊ സേവാഭാരതി ഒരു നിത്യ സേവനം എന്നുള്ള രീതിയിൽ, ആശ്രയ കേന്ദ്രം എന്നുള്ള രീതിയിൽ നമ്മുടെ ചടയമംഗലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എല്ലാവർക്കും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് 5 ആയാമം വഴിയാണ് നമ്മൾ ഈ സമൂഹത്തിൽ ഈ സേവന പ്രവർത്തനം നടത്തുന്നത്. 1, ആരോഗ്യം. 2, വിദ്യാഭ്യാസം. 3, സാമാജികം. 4, സ്വാവലംബൻ. 5, ആപത് സേവ. ഈ 5 ആയാമങ്ങൾ വഴിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഓഫീസുമായിട്ട് ഈ ആശ്രയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ആരോഗ്യ തലത്തില് കിടപ്പ് രോഗികളായ ആൾക്കാർക്ക്, വീട്ടിൽ കിടപ്പ് രോഗിയായ ആൾക്കാർക്ക് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ, ഒരു 3 മാസത്തേക്കുള്ള മെഡിസിൻ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യപരമായിട്ട് ചിന്തിക്കുന്നു. വിദ്യാഭ്യാസപരമായിട്ട് 25 കുട്ടികൾക്ക് പഠന സഹായം എന്ന രീതിയിൽ ലേബർ ഇന്ത്യ അതേപോലുള്ള കാര്യങ്ങൾ, അതായത് അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിവുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പഠന സഹായികൾ മേടിച്ച് പഠിക്കാനുള്ള സാമ്പത്തികമില്ലാത്ത കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. സാമാജികമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ 100 കസേര, അതേപോലെ ടാർപ്പ, മേശ എന്നീ സാധനങ്ങൾ നമ്മൾ ഈ ആശ്രയ കേന്ദ്രത്തിൽ സ്റ്റോർ ചെയ്യുകയും നമുക്ക് ആവശ്യമായ സമയത്ത് നമ്മുടെ വീടുകളിലേക്ക് അത് കൊണ്ടുപോയി ഉപയോഗിക്കുകയും തിരിച്ചിവിടെ കൊണ്ടുവരികയും ചെയ്യുക. അങ്ങനെയാണ് സാമാജികമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് CST സെന്റർ പോലെ ഉള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. പിന്നെ നിരന്തരം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വരുന്ന എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ ഈ സേവനപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് സേവാഭാരതി സമീപിക്കാൻ വേണ്ടി സാധിക്കും. നിർധനരായ ആൾക്കാർക്ക് മാത്രമല്ല സേവനം എന്നുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന തലത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും സേവനം ലഭ്യമാണ്. കാരണം അവരുടെ വീടുകളിൽ ചിലപ്പോൾ അവര് തൊഴിലുമായി ബന്ധപ്പെട്ടും അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ അവർ പുറത്തായിരിക്കാം. ചിലപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മ മാത്രമേ കാണൂ. അപ്പോൾ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മളെ സേവാഭാരതിയിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർക്ക് മെഡിസിന്റെ ആവശ്യമായാലും ശരി തന്നെ, ആഹാരത്തിന്റെ ആവശ്യമായാലും ശരി തന്നെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രൈവറെ വേണം, ഒരു ആവശ്യമായിട്ട് പുറത്തു വന്ന ഡ്രൈവറെ വേണം. അപ്പൊ നമുക്ക് എല്ലാ തലത്തിലും സമൂഹത്തിൽ ഈ സേവനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സേവാഭാരതിയെ ജാതി മത രാഷ്ട്രീയ ഭേദമല്ല എല്ലാവർക്കും സമീപിക്കാവുന്നതാണ്. അതിനുള്ള പ്രവർത്തനമാണ് ഈ തുടർന്നുള്ള നിത്യസേവ എന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ ഈ ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ നടത്തപ്പെടാൻ പോകുന്നത്. അതിലേക്ക് അന്നേ ദിവസം ഈ സമുദായത്തിലെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരും എത്തിച്ചേർന്ന് ഈ ഉദ്ഘാടന കർമ്മം നല്ലൊരു ഇതാക്കി മാറ്റണമെന്ന് എല്ലാവരുടെയും നമ്മുടെ ട്രഷറായിട്ടുള്ള വി പ്രദീപ് പണയിൽ അദ്ദേഹം നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. മഹത്തായ പ്രസ്ഥാനത്തിന്റെ പഞ്ചായത്ത് സമിതി യൂണിറ്റിന്റെ ആശ്രയ കേന്ദ്രം ഉദ്ഘാടനമാണ് നമ്മളുടെ ദീപാവലി ദിവസം നടക്കാൻ പോകുന്നത്. സെക്രട്ടറി വിശദീകരിച്ചു കഴിഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റി. അപ്പം ഇതിനകത്ത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്ന നിലയിൽ
പൊതുജനങ്ങളടുത്തും നമ്മളടുത്ത് സഹകരിക്കുന്നവരടുത്തും നമുക്ക് പറയാനുള്ളത്, ദേശീയ സേവാഭാരതി എന്ന പ്രസ്ഥാനം സാമ്പത്തികമായി സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലം ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്കും അല്ലെങ്കിൽ സാമ്പത്തിക നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ദേശീയ സേവാഭാരതി. ഇത്രയും കാലമുള്ള പ്രവർത്തനത്തിൽ യാതൊരുവിധ പരാതികൾക്കോ അല്ലെങ്കിൽ യാതൊരുവിധ സംശയങ്ങൾക്കോ യാതൊരുവിധ അഴിമതികൾക്കോ ഇടവെച്ച് കൊടുക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ സേവാഭാരതിയുടെ ഒരു പഞ്ചായത്ത് സമിതി യൂണിറ്റാണ് ചടയമംഗലം പഞ്ചായത്ത് സമിതി. ആയതുകൊണ്ട് തന്നെ ചടയമംഗലം പഞ്ചായത്ത് സമിതി പൊതുജനങ്ങളോട് ഉറപ്പു തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സുതാര്യതയാണ്. ലോകഹിതം മമ കരണീയം എന്ന വേദമന്ത്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് സേവാഭാരതി. അതുപോലെ തന്നെ ശതഹസ്ത സമാഹര സഹസ്രഹസ്ത സംഖിര, 100 കൈകളാൽ സമാഹരിക്കുകയും 1000 കൈകൾ കൊണ്ട് അത് ദാനം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സേവാഭാരതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ സാമ്പത്തികം ഒരു സുപ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക സുതാര്യത. നമ്മുടെ ചടയമംഗലം പഞ്ചായത്ത് സമിതി യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. 1-2 ആഴ്ചയ്ക്കുള്ളിൽ അത് പ്രാവർത്തികമാവും. അതുപോലെ തന്നെ ടാക്സ് പരമായിട്ട് 12 രജിസ്ട്രേഷനും ATG രജിസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞ ഒരു NGO ആണ് നമ്മുടെ സേവാഭാരതി ചടയമംഗലം പഞ്ചായത്ത് സമിതി യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോ കൊല്ലം ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ റിന്യൂവൽ ഒക്കെ കഴിഞ്ഞ് സാമ്പത്തികമായിട്ടുള്ള എല്ലാ രജിസ്ട്രേഷനും പൂർത്തിയാക്കി ആണ് നമ്മൾ ഈ ഓഫീസിന്റെ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്കായി സമാഹരിക്കുന്ന ഓരോ തുകയ്ക്കും കൃത്യമായ വരവ് ചെലവ് കണക്കുകളും വാർഷിക ഓഡിറ്റിങ്ങും, അതായത് 2 തവണയുള്ള ഓഡിറ്റിങ്ങും കൃത്യമായി ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലാവധി എന്ന് പറയുന്നത് സംഘടനാ വ്യവസ്ഥ അനുസരിച്ച് 1 വർഷക്കാലമാണ്. 1 വർഷക്കാലം കഴിയുമ്പോൾ ഒരു പൊതുയോഗവും ആ പൊതുയോഗത്തിൽ ഈ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെട്ട 2 തവണ ഓഡിറ്റ് ചെയ്യപ്പെട്ട കണക്കുകൾ അവതരിപ്പിക്കുകയും ആ കണക്കുകളുടെ വിവരം നമ്മുടെ സേവാഭാരതി കാര്യാലയത്തിൽ പൊതുജനങ്ങളുടെ പരിശോധനാർത്ഥം ഇതുവരെയുള്ള വൗച്ചറും അല്ലെങ്കിൽ റെസിപ്റ്റുകളും എല്ലാം ഉൾപ്പെടെ പൊതുജനങ്ങളെ നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരുടെയും സൗകര്യാർത്ഥം അല്ലെങ്കിൽ പരിശോധനാർത്ഥം ഇവിടെ ലഭ്യമായിരിക്കും. ആവർത്തിച്ച് പറയുന്നു, ചടയമംഗലം പഞ്ചായത്ത് സമിതിയുടെ സാമ്പത്തിക കാര്യങ്ങൾ ഏവർക്കും ഏത് രീതിയിലും എപ്പോഴും ചോദ്യം ചെയ്യാവുന്ന രീതിയിൽ സുതാര്യമായിരിക്കും. ആ സുതാര്യമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കൃത്യമായിട്ട് കാരണം നമ്മൾ സമാഹരിക്കുന്ന ഓരോ തുകയും ഓരോരുത്തരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. ആ അധ്വാനം ഒരിക്കലും പാഴായി പോകില്ല. അങ്ങനെയാണ് ദേശീയ സേവാഭാരതി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദേശീയ സേവാഭാരതിയുടെ ഒരു ചെറിയ യൂണിറ്റായ ചടയമംഗലം പഞ്ചായത്ത് സമിതി അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആവും എന്ന് നമ്മൾ ഉറപ്പു തരുന്നു. കൃത്യമായിട്ടുള്ള മാസക്കണക്കുകളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തകരും അല്ലെങ്കിൽ നമ്മുടെ അനുഭാവികളും നമ്മുടെ സഹകരിക്കുന്ന ജനറൽ ബോഡി ഗ്രൂപ്പിൽ എല്ലാ മാസവും അവതരിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വാർഷിക കണക്കുകളും അങ്ങനെ തന്നെയായിരിക്കും. ആ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവർക്കും ഉറപ്പു തരുന്നു. അതുപോലെ തന്നെ എല്ലാവരും സേവാഭാരതി ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ ദേശത്തിനോ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളോട് ഒപ്പം സഹകരിച്ച് ഈ ഒരു സേവാ പ്രസ്ഥാനത്തിനെ ഒരു വൻ വിജയമാക്കി തീർക്കാൻ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടിയത്. ഇതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് ദീപാവലി ദിവസമാണ്. 4 മണിക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചാണ്, അക്കോണം എന്ന് പറയുന്ന ഈ ഭാഗത്ത് വെച്ചാണ് ഈ ഒരു ഉദ്ഘാടനം നടക്കുന്നത്. എല്ലാവരും ഈ നാട്ടിലെ മുഴുവൻ പലപരായ ജനങ്ങളെയും ഈ പരിപാടിയുടെ വിജയത്തിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിഷനിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക.